ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോതമംഗലം ഭൂതത്താൻകെട്ടിലാണ് എത്തിയിരിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ കാണുവാനായിട്ട് നമുക്ക് ഭൂതത്താൻകെട്ടിലേക്ക് പോവാം. ഇതാണ് ഭൂതത്താൻകെട്ടിലേക്കുള്ള എൻട്രി ഭാഗം. നമുക്ക് ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് പെരിയാർ നദീതട ജലസേചന പദ്ധതി ഭൂതത്താൻകെട്ടെന്ന്. ഇത് അവിടേക്കുള്ള പാസ്സാണ്, പാസിൻ്റെ നിരക്കുകളാണ്. ഇവിടെയാണ് പാസ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഭൂതത്താൻകെട്ടിന് അടുത്ത് തന്നെയുള്ള പാർക്കാണ്. അപ്പോൾ ഈ പാർക്കും നമുക്കൊന്ന് കണ്ടുപോകാം. വളരെ മനോഹരമായ പാർക്കാണ് അണക്കെട്ടിനോട് ചേർന്ന് ഇവർ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാൻ മറ്റുമായി പല വിധത്തിലുള്ള സൗകര്യങ്ങൾ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു പാർക്കാണിത്. ഒത്തിരി സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിറയെ മരങ്ങളും നല്ല തണലുമാണ് ഇവിടെ. നമുക്ക് ഏത് സമയത്തും വന്നിരിക്കാൻ പറ്റിയൊരു പാർക്കാണ്. കാരണം നിറയെ മരങ്ങളുള്ളതുകൊണ്ട് വെയിലിൻ്റെ ഒരു ഇത് നമ്മൾക്ക് ഏൽക്കുകയില്ല, നമ്മൾ അറിയത്തുമില്ല. നല്ല കാറ്റുമുണ്ട്. ഡാമിൽ നിന്ന് നല്ല കാറ്റാണ് ഈ പാർക്കിലേക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ സൈഡിലായിട്ടൊരു ബാത്റൂമുണ്ട്. ബാത്റൂമിൻ്റെ മുമ്പിലൊരു പട്ടിക്കുട്ടനും കിടക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഒരു സൈഡിലായിട്ട് നിറയെ പേരയും അതുപോലെ തന്നെ ഈ പനിനീർച്ചാമ്പങ്ങയും ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മുമ്പ് വന്നവർ ഒത്തിരി പേരയ്ക്ക, അവർക്ക് നല്ല പഴുത്ത പേരയ്ക്ക കിട്ടി. ഞങ്ങൾ പിന്നെ പനിനീർച്ചാമ്പങ്ങയും പേരയ്ക്കയെല്ലാം പറിച്ചു. പാർക്കിൽ ഇരിക്കുകയല്ലേ, അപ്പോൾ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ. അതുകൊണ്ട് അവിടെ തോട്ടിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ പേരയും ചാമ്പയ്ക്കയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്കാരും വന്നു കേട്ടോ പറിക്കുവാനായിട്ട്. പിന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്ത് കാണുന്ന പാലം വണ്ടി ഓടുന്നതാണ്. വണ്ടി അതിൽ പാസ് ചെയ്ത് പോകുന്നതും കാണാൻ പറ്റും. അതിൻ്റെ അടിയിലായിട്ട് അണക്കെട്ടും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. ചെറിയ ചെറിയ കല്ലുകളൊക്കെ വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുവാനായിട്ട്. ഒന്ന് പേരയ്ക്ക ഞങ്ങൾ തിന്നു. ഇതും ഒരു പേരയ്ക്കാണ് കണ്ടോ. വേറെ 2-3 പേരയ്ക്ക അമ്മയുടെയും പാവക്കുട്ടൻ്റെയും കയ്യിലുണ്ട്. ആൻഡ്രയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പാർക്കിൽ വന്നപ്പോൾ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഓടി നടന്ന് ഏതിലൊക്കെ കയറേണ്ടതെന്ന് അറിയില്ല, ഓടി നടക്കുമായിരുന്നു. പിന്നെ പേരയ്ക്ക ഒക്കെ കഴിച്ച് ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് ഭൂതം കല്ല് ചോന്നുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് അവരവിടെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റുന്നതാണ് അണക്കെട്ട്. ഞങ്ങൾ അണക്കെട്ടിൻ്റെ ഈ സൈഡിൽ വന്ന് നിന്നപ്പോൾ എന്ത് കാറ്റാണെന്നറിയാമോ, അടിപൊളിയായിരുന്നു. നമുക്ക് ഈ കാറ്റ് ഈ മരത്തിൻ്റെ തണലൊക്കെ ആകുമ്പോൾ വെയിൽ ലേശം പോലും ഏൽക്കുന്നില്ല. നല്ല സുഖമായിരുന്നു അവിടെ നിന്നിരിക്കുക. ഞങ്ങൾ ഏകദേശം ഒരു 12 മണി ആയപ്പോഴാണ് പാർക്കിലേക്ക് അണക്കെട്ടിട്ട് വരാൻ വന്നത്. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു, ഇപ്പോൾ അണക്കെട്ടിട്ട് പോകുമ്പോൾ നല്ല ചൂടായിരിക്കും, ഇപ്പം നിങ്ങൾ കുട്ടീനെയും കൊണ്ട് അങ്ങോട്ട് പോകണ്ട, പാർക്കിലൊക്കെ കയറി ഒന്ന് കറങ്ങിയിട്ട് പയ്യെ വെയിലാറുമ്പോൾ അങ്ങ് പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പാർക്കിട്ടുള്ള പാസ് എടുത്ത് പാർക്കിൽ കയറിയത്. കയറി കഴിഞ്ഞപ്പോൾ അടിപൊളി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഇവിടെ നോക്കി തന്നെ അണക്കെട്ട് കാണാൻ കഴിയും. ഇതൊക്കെ മത്സ്യകന്യകയും ഇതൊക്കെ അവിടെ അവർ ചിത്രീകരിച്ച് വെച്ചേക്കണതാണ്. മത്സ്യകന്യകയുടെ അതിലൊന്നും വെള്ളമില്ല, എല്ലാം ഒരു ഉപയോഗശൂന്യമായിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന പോലെയാണ്. പിന്നെ നമുക്ക് അവിടെയൊക്കെ കയറി ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് കാണുവാനായിട്ട്. ഇതിലെല്ലാം അവർ തുടരുതെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട്. പിന്നെ നിറയെ, നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്ന കടലാസ് പൂ എന്നാണ്. ഇത് നിറയെ കടലാസ് പൂക്കൾ 2 സൈഡിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് കാണുവാനായിട്ട്. പിന്നെ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ പേരയ്ക്ക അതുപോലെ തന്നെ പനിനീർച്ചാമ്പങ്ങ എല്ലാം ധാരാളമായിട്ട് നട്ടു വളർത്തിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ പേരയ്ക്കയും ചാമ്പങ്ങയൊക്കെ ധാരാളമായിട്ട് ഉണ്ടാകുന്നുമുണ്ട്. ആനക്കുട്ടനും ആൻഡ്രയ്ക്ക് ആനക്കുട്ടനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ പാർക്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഓടിക്കയറി നടക്കുമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു.
ഇതാണ് കേട്ടോ നമ്മുടെ അണക്കെട്ടിലേക്കുള്ള എൻട്രി. രണ്ട് സൈഡിലും കണ്ടോ ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് ഇപ്പറേ പാർക്കിങ് ഇങ്ങനെ നീണ്ടു കിടക്കുവാണ്. നമ്മൾ നടന്ന് പതുക്കെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ചുറ്റും നല്ല സൗകര്യമുണ്ട് റോഡിനൊക്കെ ആയാലും. പിന്നെ ഈ സൈഡിലൊക്കെയാണ് നോ പാർക്കിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഇപ്പുറത്തായിട്ടാണ് പാർക്കിംഗ് ചെയ്യുന്നത്. പാർക്കിംഗ് ഫീ ഒക്കെ അടിച്ച് നമ്മൾക്ക് ഇവിടെ വന്നിട്ട് പാർക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ടിട്ട് ഇങ്ങനെ നടന്ന് അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ആൽമരമുണ്ട്. അണക്കെട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ വഴിയുടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബോട്ടിൽ കയറുന്ന ആഗ്രഹമുള്ളവർക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെയാണ് ബോട്ടിങ്ങിൻ്റെ ഇത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ബാത്റൂം അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ നേരെ അണക്കെട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളോട് പാസ് ചോദിക്കുക. പാസ് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കിടക്കാം. കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ പെരിയാറിന് കുറുകെയുള്ള ഒരു അണക്കെട്ടാണ് ഭൂതത്താൻകെട്ട്. 1967 ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 15 സ്പിൽവേകളാണ് ഉള്ളത്. കോതമംഗലം തട്ടേക്കാട് വഴിയിൽ കീരമ്പാറ കവലയിൽ നിന്ന് ഇടത്തോട്ട് ഇടമലയാർ വഴിയിൽ 5 കിലോമീറ്റർ അകലെയാണ് ഭൂതത്താൻകെട്ട് സ്ഥിതി ചെയ്യുന്നത്. കുട്ടമ്പുഴ പ്രദേശത്ത് നിന്ന് വരുന്ന പെരിയാറിൻ്റെ കൈവഴിയും ചാരുപാറ ഇഞ്ചത്തൊട്ടി പ്രദേശത്ത് നിന്ന് വരുന്ന പെരിയാറിൻ്റെ മറ്റൊരു കൈവഴിയും തട്ടേക്കാട് പ്രദേശത്ത് കൂട്ടിച്ചേർന്നതിന് ശേഷമാണ് ഭൂതത്താൻകെട്ട്. കോതമംഗലം പട്ടണത്തിൽ നിന്ന് 11 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. രണ്ടും വലിയ പാറക്കെട്ടുകൾക്ക് നടുവിലായി കുറെ വലിയ കല്ലുകൾ കൂട്ടിയിരിക്കുന്നത് പോലെയുള്ള കുറെ ഭാഗങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. ഈ അണയ്ക്ക് സമീപത്തായി സർക്കാർ ഇന്നത്തെ അണക്കെട്ട് പണിതു. ഈ ഭൂതത്താൻകെട്ടിന് ഒരു ഐതിഹ്യമുണ്ട്. ഭൂതത്താൻകെട്ടിൽ നിന്ന് കഷ്ടിച്ച് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഭൂതങ്ങൾ പെരിയാറിന് കുറുകെ വമ്പൻ കല്ലുകൾ നിരത്തി അണക്കെട്ടുകൾ പണിയാനാരംഭിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കിയ പരമശിവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് അണക്കെട്ടിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപേ കൂവുകയും ഭൂതങ്ങൾ പ്രഭാതമായി എന്ന് വിചാരിച്ച് ഓടി മറയുകയും ചെയ്തു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. കൊടും വേനൽക്കാലത്തും വെള്ളമൊട്ടും പറ്റാതെ നിറഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ഒരേയൊരു ഡാമാണ് ഭൂതത്താൻകെട്ട്. ഭൂതത്താൻകെട്ടിന്റെ സ്പിൽവേയിൽ ഞങ്ങൾ നിന്നപ്പോൾ ആ വീശിയടിച്ച ഒരു തണുത്ത കാറ്റ്, ആഹാ, അത് വർണ്ണിക്കാൻ കഴിയില്ല. അത്ര നല്ല രസകരമായിരുന്നു ഭൂതത്താൻകെട്ടിലെ സ്പിൽവേയിലൂടെയുള്ള ഞങ്ങളുടെ യാത്രകൾ. ഭൂതത്താൻകെട്ട് വെറും അണക്കെട്ട് മാത്രമല്ല, ഒരു ടൂറിസം കൂടിയാണ്. ഇതിനെ എക്കോ ടൂറിസം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷി സങ്കേതവും സ്ഥിതി ചെയ്യുന്നത്.
ഞങ്ങൾ അണക്കെട്ടിൻ്റെ സ്പിൽവേയിൽ കുറേ സമയം ചെലവഴിച്ചു. കാരണം അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയായിരുന്നു. നല്ല തണുത്ത കാറ്റും വല്ലാത്തൊരു എന്താ പറയുക ദൃശ്യാനുഭൂതിയും. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് നേരം ആ സ്പിൽവേയിലൂടെ നടന്നു. എത്ര ശാന്തമായാണ് അണക്കെട്ടിലെ വെള്ളം കിടക്കുന്നതെന്ന് ഇതാ നിങ്ങൾ നോക്കൂ. വളരെ മനോഹരം തന്നെ ഈ അണക്കെട്ടും അണക്കെട്ടിലെ കാഴ്ചകളും. അതുപോലെ നിശബ്ദവുമാണ് അതിൻ്റെ ചുറ്റുപാടുകളും.
ഇനി നിങ്ങൾ കാണുന്നതാണ് ഭൂതത്താൻകെട്ടിലെ ബോട്ടിംഗ്. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയാണ് ബോട്ടിംഗ് ഉണ്ടായിരിക്കുക. ഡാമിൻ്റെ ജലസംഭരണിയിൽ തട്ടേക്കാട് വരെ പെരിയാറിലൂടെ സഞ്ചരിക്കാനുള്ള ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട് സൗകര്യമാണ് ഉണ്ടാക്കുക. സാധാരണയായി മഴയുള്ള സമയം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിടുന്നതിനാൽ ജലസംഭരണിയിൽ ജലനിരപ്പ് താഴെയായിരിക്കും എന്നതിനാൽ ബോട്ടിംഗ് നിർത്തിവെക്കും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് ടാറ്റ.